ഒരു പേടി മേടിക്കണം. ഞാൻ തൂങ്ങി കാണിച്ചു തരാം. ഞാനൊരു 70-75 കിലോയുള്ള വ്യക്തിയാണ്. സാധാരണ ചകിരി നാരുകൾ തന്നെയാണ് കേട്ടോ അതിൽ ഉപയോഗിക്കുന്നത്. ഇത് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്. ഗൾഫത്തെ ഒരു സ്ട്രോങ് കിട്ടുന്നുണ്ടോ? ഇതാണ് ഇവിടെ വലിയ ഡിസൈൻ ആണ്. അതിന്റെ സെക്ഷൻ ഉൾപ്പെടെ അതിലുണ്ട് കേട്ടോ. ശരിക്കും ഇത്ര വർക്ക് കഴിഞ്ഞ് ലൈറ്റ് ഒക്കെ വരുമ്പോ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും. ഇതില് നേരെ LED കസ്റ്റമർ ഏതാ ഡിസൈൻ പറയുന്നത് വെച്ചാൽ ഇത് ജിപ്സത്തിലുള്ള ഇതാകുമ്പോ സ്ക്വയർ, പിന്നെ അത് റൗണ്ടിന്റെ ഹാഫ് റൗണ്ട്, ഇനി മോൾഡിങ്ങിൽ വരുന്ന ഡിസൈൻ. ഈ കമ്പി ഉപയോഗിച്ച് അതിന് മേലെ നിങ്ങൾ ജിപ്സം കൂടി POP കൊടുക്കും. അതാണ് ആ വൈറ്റ് കളറിൽ ഏത് പ്ലാൻ തന്നാലും എങ്ങനെ തന്നാലും നമ്മൾ ചെയ്യാൻ കഴിയും. ഏതൊരു വീടിനും ഒരു ഭംഗി കൂട്ടുന്നത് സീലിംഗ് ആണ്. കേരളത്തിൽ എവിടെയാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? ചെയ്തു കൊടുക്കുകയാണ്. ഇതിന്റെ ചാർജ് എങ്ങനെയാണ് നിങ്ങൾ? ഹായ് ഫ്രണ്ട്സ്, വീടിൻ്റെ ഇൻറ്റീരിയർ മനോഹരമാക്കുന്നതിൽ സീലിങ്ങുകൾക്കുള്ള പ്രാധാന്യം വളരെ കൂടുതൽ തന്നെയാണ്. വീടിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ള സീലിങ്ങുകളാണ് ആ വീട്ടുകാരെ മാടി വിളിക്കുന്നത്. അപ്പോൾ സീലിങ്ങിൽ എന്താണ് സാധാരണ ചെയ്യുക? നല്ല അടിപൊളിയായിട്ടുള്ള ജിപ്സം സീലിംഗ് അല്ലെങ്കിൽ POP സീലിങ്ങുകൾ, അതിൽ LED സ്ട്രിപ്പുകൾ, അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ്, ഇതൊക്കെ വരുമ്പോൾ ആണല്ലോ ആ വീടിൻ്റെ ഒരു ഭംഗി എടുത്ത് കാണിക്കുക. ഇന്ന് നമ്മളിതാ നിങ്ങളൊക്കെ വീടുകളിൽ സിമ്പിളായിട്ട് ചെലവ് ചുരുക്കി മനോഹരമായി ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു ടീമിനെയും അവരുടെ പ്രൊഡക്റ്റുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്നത് റോയൽ ഡെക്കോറിൻ്റെ മനോഹരമായിട്ട് സീലിംഗ് വർക്ക് നടക്കുന്ന ഒരു സൈറ്റിൽ നിന്ന് തന്നെയാണ്. ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൻ. ഇവിടുത്തെ POPയുടെ വർക്ക് ഫിനിഷിങ്ങിലാണല്ലേ? അത് ഏകദേശം ഈ ഒരു വീടിൻ്റെ എത്ര ദിവസം എടുക്കുന്നേ? ഒരാഴ്ച കൊണ്ട് തീരും അല്ലേ? ഇപ്പോൾ POP വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകളിൽ ഇപ്പം ഭംഗിയാക്കുന്നുണ്ട്. POP എന്നല്ല, ജിപ്സം സീലിംഗ് എന്നേ പറയുള്ളൂ. ജിപ്സം സീലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യണത്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് നേരെ കൊണ്ട് വെച്ചാൽ പോരാ, അതങ്ങനെ പോരല്ലോ. നിങ്ങൾ എത്ര വർഷമായിട്ട് ചെയ്യുന്നത്? 15 വർഷമായിട്ട് ഈ മേഖലയുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെയുള്ള വർക്ക് ഇത് ലൊക്കേഷൻ അരീക്കോട് അടുത്താണ് അല്ലേ? ഇപ്പോൾ മലപ്പുറം ജില്ലയിലല്ലാതെ എവിടെയൊക്കെ നിങ്ങളെ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്? ഇപ്പോൾ ആൾ കേരളത്തിൽ എവിടെയാണെങ്കിൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ജിപ്സം സീലിംഗിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരെ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്നത് ജിപ്സം സീലിംഗ് അല്ലേ? സീലിങ്ങിനാണ് ഇൻറ്റീരിയർ ചെയ്യാന്ന് പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് മാറിപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ വന്നു. എന്നാലും സീലിങ്ങിന് നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വർക്ക് സൈറ്റിൽ വന്നിട്ട് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് അവസരം തരുമോ? ഓക്കെ, ഓൾറെഡി നമ്മളൊരു സൈറ്റിലാണ് ഉള്ളത്. ഇനിയിപ്പോ നമുക്ക് ഇത് കൂടാതെ ഇതിന്റെ ഫിനിഷ് ആയ ഒരു സൈറ്റിലും കൂടെ നമ്മളെ വ്യൂവേഴ്സിന് കാണാം. അതും കാണാം. ഒരു സൈറ്റേ ഉള്ളൂ? എത്ര സൈറ്റ് കാണാം? ഇഷ്ടംപോലെ സൈറ്റ് ഉണ്ട്. പക്ഷെ എല്ലാത്തിലും കയറാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഒന്നിൽ നമ്മൾ കയറും. ഒരു ഗ്യാപ്പ് വിട്ടിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. മേലെ പ്ലൈ വരാനുള്ള പ്ലൈവുഡിന്റെ ഒരു ഡിസൈനാണ്. പ്ലൈവുഡ് ഡിസൈനും അതിൽ വിനിയർ ഒട്ടിക്കുന്ന ഒരു സ്റ്റൈല് നാച്ചുറൽ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യും. പക്ഷെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ പ്രൊഫൈൽ, ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വുഡിന്റെ ഡിസൈൻ നമുക്ക് ചെയ്ത് തരാം. അതിൽ പെയിന്റ് ചെയ്താൽ മതി, ആ രീതിയിൽ ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മളെ വ്യൂവേഴ്സിന് ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു തരാണ്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ജിപ്സം സീലിംഗുകൾ ഹാങ് ചെയ്തിട്ടാണ് ചെയ്യുക. കോൺക്രീറ്റിൽ ഡ്രില്ല് ചെയ്യും. ഡ്രില്ല് ചെയ്തിട്ടാണ് ഹുക്ക് കൊടുക്കും. താഴേക്ക് നമുക്ക് ഈ ബോർഡിൽ ഡ്രില്ല് ചെയ്യാൻ പറ്റില്ല. ബോർഡിൽ ഡ്രിൽ ചെയ്യാൻ പറ്റില്ല. ബോർഡിൽ നമ്മൾ ഡയറക്റ്റ് അത് ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. പക്ഷെ ഇതിന്റെ അകത്ത് വരുന്ന കമ്പികളല്ലേ? കമ്പികൾ നമ്മൾ ടാറ്റന്റെ ക്വാളിറ്റിയുള്ള കമ്പിയാണ്. അതൊന്നും ഇടട്ടെ ഉപയോഗിക്കുന്നത് അല്ലേ? ഗ്രീൻ കളർ കമ്പിയാണ് തോന്നുന്നില്ല. കോട്ടിംഗ് ആണ്. അപ്പൊ ഈ കമ്പി ഉപയോഗിച്ച് അതിന്റെ മേലെ നിങ്ങൾ ജിപ്സം കൂടി POP കൊടുക്കും. അതാണ് ആ വൈറ്റ് കളറിൽ കാണുന്നത്. ആ വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പൊ ആ രീതിയിൽ സ്ട്രെങ്ത്തിൽ നിൽക്കും. നമ്മൾ പെട്ടെന്ന് വീണ് പോകുന്നുള്ള പേടി വേണ്ട. അത്രക്കും ഇതിനകത്ത് എണ്ണം കൂടുതൽ കൊടുക്കും. അപ്പൊ ആ ഒരു പേടി വേണ്ട. ഇതിപ്പോ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഇതിപ്പോ ഫിനിഷിംഗ് സ്റ്റേജിലാണുള്ളത്. ഫൈനൽ ടച്ച് എന്നുള്ള നിലക്ക് ഇതിൽ പുട്ടി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? പുട്ടി ഉപയോഗിക്കാൻ അത്രയും ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പുട്ടിന്റെ ആവശ്യമില്ല. എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ എക്സ്പെർട്ട് ആയിട്ടുള്ള വർക്കേഴ്സ് ആണ്. എക്സ്പെർട്ട് ആണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യം ചോദിച്ചു നോക്കട്ടെ. അല്ലേ കയ്യറ കൈ ഉള്ള വൈറ്റ് ആണ്. മൈക്കൊന്ന് പിടിച്ചേ. വർക്ക് എത്ര ദിവസമായി? ഈ ഒരു സീലിംഗിൽ എത്ര ദിവസം നിന്നു? ഇതിലിപ്പോ ഇത് 2ാമത്തെ ദിവസമാണ്.
ഇതിപ്പോ ബോർഡാണോ നിങ്ങൾക്ക് കംഫർട്ട് അതോ POP ആണോ കംഫർട്ട്? POP ആണ് ഏറ്റവും നല്ല കംഫർട്ട്. കംഫർട്ട് മാത്രമാണോ? അതെ, കൂടുതൽ ലൈഫ് കിട്ടുന്നതും POP തന്നെയാണ്. POP ആണ്. ഇപ്പോൾ ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഈ വളഞ്ഞിട്ടുള്ള ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്, ഇത് വളച്ചെടുക്കുന്നത് പറഞ്ഞാല് ബുദ്ധിമുട്ടല്ലേ? POP സിമ്പിൾ ആണ്. സിമ്പിൾ വർക്ക്. നമുക്ക് ഏത് വർക്ക് വേണമെങ്കിലും ഇതിൽ ചെയ്യാം. ഇപ്പൊ ഇതിനകത്ത് കുറെ ആൾക്കാർ ജിപ്സം പ്ലാസ്റ്ററിൽ എലിയൊക്കെ കൂടി കയറും എന്നൊക്കെ പറയുന്നത്, അതിലുള്ള ഓളുകളൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അത് ചോദിക്കേണ്ടതാണ്. നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞ സാധനം ഞാൻ ചോദിച്ചതാണ്. എന്താന്ന് വെച്ചാലേ അതൊരു പ്രശ്നമായിട്ട് മുമ്പ് പറയാറുണ്ടായിരുന്നു. അത് ബാക്കിലെ ഹോളുകളൊക്കെ കവർ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. ഈ ഒരു വീട്ടിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വർക്ക്? 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. 4000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് അല്ലേ. അപ്പൊ അതിന്റെ ഇവിടെ മാത്രമല്ല കേട്ടോ, അതാണ് മെയിൻ വർക്ക് അല്ലേ. വലിയ ഡോം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയൊരു ഷാൻഡലിയർ ഒക്കെ വന്ന് അടിപൊളിയാകും കേട്ടോ. അതിനുള്ള വർക്കാണ് അവിടെ നടക്കുന്നത്. ഇതുപോലുള്ള റൗണ്ട് വലിയ കട്ടിംഗ് ഒക്കെ വരുമ്പോൾ ഭയങ്കര പണിയാണല്ലോ. അത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളല്ല, അവർക്ക് അത് പണി ഉണ്ടാവില്ല. നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ അത് സിമ്പിൾ ആയി തോന്നും. ബംഗാളി പണിക്കാരാണ്, ടീം വർക്കാണ്. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ സീലിംഗ് കണ്ടു, ഇത് കണ്ടു, ഇനിയിപ്പോ റൂമില് ഇവിടെ ഒരു വെറൈറ്റി ഞാൻ കാണാം. സിമ്പിൾ ആണ്. ഇത് അത് നമ്മുടെ ഫാമിലി ആകുമ്പോൾ കുട്ടികളും ഉണ്ടാവും, പിന്നെ മുതിർന്നവരും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഡിസൈൻ ആയിരിക്കും. ഓരോ റൂമിൽ ഓരോ ഡിസൈൻ ആയിരിക്കും. ഇതിപ്പോ ഒരു ബെഡ്റൂം ആണ്, സിമ്പിൾ ഡിസൈൻ ആയിട്ട് ഇതിൽ കോവ് ലൈറ്റ് ഒക്കെ കൊടുക്കണം, മനോഹരമാക്കാനുള്ള ഒരു സംഭവമാണ്. പെയിന്റിങ്ങിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതൽ ഏരിയ വൈറ്റ് കീപ്പ് ചെയ്യാൻ നല്ലല്ലേ. വൈറ്റ് ഒരു വുഡൻ ടച്ചും, അതാണ് ഇപ്പൊ ട്രെൻഡ്. ഇനി ഇവിടെ കിച്ചണിലുണ്ട്, നോക്കാം. കിച്ചണിൽ വലിയ ഡിസൈൻ ഒന്നും ആൾക്കാർ ആവശ്യപ്പെടുന്നില്ല, പൊതുവെ സിമ്പിൾ ആയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നുണ്ടാവല്ലേ. ഓക്കെ, ഇപ്പോൾ ഇതുപോലുള്ള വലിയ വർക്കുകൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ സംശയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ മാറാല പിടിക്കുക അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ഏറ്റവും സിമ്പിൾ ഡിസൈൻ നിങ്ങൾ തന്നെ ഡിസൈൻ കൊടുക്കും. ഇപ്പൊ നമ്മൾ ലേ ഔട്ട് തന്നാലേ, അല്ല വീടിന്റെ പ്ലാൻ തന്നാല് ഏത് പ്ലാൻ തന്നാലും എങ്ങനെ തന്നാലും നമ്മൾ ചെയ്യാൻ ഇത് ചെയ്യാന്നല്ല, ഇത് ഇതിന്റെ ഫോട്ടോ മാച്ച് ചെയ്യാനൊക്കെ അയച്ചു കൊടുക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാണുന്ന ഡിസൈൻ ഏറ്റവും സിമ്പിൾ ഡിസൈൻ. അപ്പൊ ഇതില് കറക്റ്റ് സ്ക്വയർ ഫീറ്റ് ഈ പ്ലാന്റെ സ്ക്വയർ ഫീറ്റിനനുസരിച്ച് അതിനനുസരിച്ച് തന്നെ ചെയ്യും. നിങ്ങൾ ആദ്യം വർക്ക് സൈറ്റ് വന്ന് നോക്കും, പിന്നെ അവിടെ പാർട്ടിന്റെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാണ്. ഡിസൈൻ, കാരണം നിങ്ങളുടെ കയ്യിൽ കുറെ മോഡൽ ഉണ്ടാവും. ചിലപ്പോ പല സൈറ്റിലും എഞ്ചിനീയർമാരുണ്ടാവും, അപ്പൊ അവരെ ഇതിലേക്കാരം അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. നമ്മളെ സ്റ്റെയറിന്റെ ഏരിയയിലാണ് കുറച്ച് വലിയ ഹൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള വർക്കാണ് അല്ലേ. നല്ല കോംപ്ലിക്കേറ്റഡ് പണി, നല്ല ഹൈറ്റ് ഒക്കെ കൂടിയ ഇതായതുകൊണ്ട്. എത്ര ദിവസമായിട്ട് തുടങ്ങിയിട്ട്? ഒന്നര ദിവസമായി അല്ലേ. ഓക്കെ, അപ്പൊ വലിയൊരു വർക്കല്ലേ. ഇത്ര ഹൈറ്റ് വെക്കാനുള്ള ടൈം എടുക്കും. ഹൈറ്റ് വെക്കാനുള്ള ടൈം ഉണ്ടാവുള്ളൂ. സെറ്റാക്കിയാണല്ലേ. ഇതിപ്പോ റൗണ്ട് ഒക്കെ ഈസി ആയിട്ട് ഫിറ്റ് ആയി കഴിഞ്ഞില്ലേ? വലിയൊരു വർക്കാണ്. ഇപ്പൊ ഇതിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാലേ ജിപ്സം പലർക്കും സംശയം ഉണ്ടാവും. ഇതിപ്പോ ബലം ഉണ്ടോ നമ്മൾ ചെറിയ നാരുമ കെട്ടി തൂക്കല്ലേ പരിപാടി. ആദ്യമേ തൂങ്ങി കാണിക്കാൻ പറ്റും, തൂങ്ങി കാണിച്ചു തരാൻ പറ്റിയ കാണിച്ചു തരാം. ആദ്യമേ ഒരാള് തൂങ്ങിയാല് വെയിറ്റ് താങ്ങുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു പേടി മേടിക്കണം, ഞാൻ തൂങ്ങി കാണിച്ചു തരാം. ഞാനൊരു 70-75 കിലോ വ്യക്തിയാണ്. ഇതാണ് നമ്മളെ കാല്, ഇതുപോലാണ് ഈ സാധനം തൂങ്ങിക്കണം. ഇത് ഓരോ 40 സെന്റ് ഗ്യാപ്പിൽ ഞങ്ങൾ ഓരോ കാലായിട്ട് കൊടുക്കും. അപ്പൊ ഇതേമായിട്ട് കാലാണ് നോക്കിക്കോളി. ഒരു പ്രശ്നമില്ല, ഒത്തിരി ഉറപ്പുള്ള സാധനം നോക്കി നീ വേണമെങ്കിൽ ഇതാക്കി നോക്കും, കയറി നോക്കും ചെയ്യാം. വേണ്ട നമുക്ക് നിങ്ങൾ തൂങ്ങിയാൽ തന്നെ 2 കാലമേ തൂങ്ങിയത് അത്രയും കാലം അതിനുണ്ട്, ഒരു ഉറപ്പുണ്ടാവും. അപ്പൊ അതാണ് ജിപ്സത്തിന്റെ ഒരു ക്വാളിറ്റി അല്ലേ. അത്ര സ്ട്രെങ്ത് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, അത്രയും വെയിറ്റ് സപ്പോർട്ട് ചെയ്യും. സീലിംഗിന്റെ പ്ലാന് നിങ്ങൾ അവര് തരും. ഓക്കെ, ഇതൊരു സീലിംഗ് ഡിസൈൻ ആണ്. ഇതാണ് ഇവിടെ വലിയ ഡിസൈൻ ആണ്. അതിന്റെ സെക്ഷൻ ഉൾപ്പെടെ അതിലുണ്ട് കേട്ടോ. ഓരോ ഹൈറ്റ് ലെവലിന്റെ സെക്ഷൻ ഒക്കെ ഉണ്ട്. അളവിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്.
ഇതാ ഇവിടെയുള്ള സീലിംഗിന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോ ജിപ്സ് എങ്ങനെ ചെയ്തിട്ട് ഇതില് പെയിന്റ് ഡയറക്റ്റ് അടിച്ചിട്ട് ഉപയോഗിക്കാം? പ്രൈമറിന്റെ ആവശ്യമുണ്ട്? പ്രൈമറിന്റെ ആവശ്യമില്ല, എന്നാലും കുറച്ചൊരു ഫിനിഷിങ് കൂടണമെന്നുണ്ടെങ്കിൽ പ്രൈമർ നല്ലതാണ്. പിന്നെ വുഡൻ ആയിട്ടുള്ള ഡിസൈൻ ഒക്കെ വരച്ചെടുക്കുമ്പോൾ പെയിന്റിംഗ് ഒക്കെ വേണം കേട്ടോ. ജിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ഉറപ്പുള്ള സംഭവം ഇവിടൊക്കെ സാമ്പിൾ പീസുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ പൊട്ടിച്ച് നോക്കിയാല് ഈ വലുത് പൊട്ടിക്കാമല്ലോ? കാരണം നമ്മളെ വ്യൂവേഴ്സിന് ഇതിന്റെ ഒരു ക്വാളിറ്റി അറിയണം. ജിപ്സം എന്ന് പറഞ്ഞാൽ അത്ര ഉറപ്പുള്ള സംഭവം ഒന്നല്ല. നമുക്ക് ഇതിന്റെ ഉള്ളില് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അങ്ങനെ ഒന്നും പൊട്ടൂല, കാരണം ലെവലിലാണല്ലോ. പൊട്ടിച്ച് നോക്കിയിട്ട് നമ്മളെ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ കാണാം, മേക്കിംഗ് കാണാൻ പറ്റും. ധൈര്യമായിട്ട് കാണാം. ചകിരിനാടാണ് കൊടുക്കുക. അതാണ് നമുക്ക് പെട്ടെന്ന് പൊട്ടി പോകുന്നുള്ള ആ പേടി വേണ്ട. സീലിംഗിൽ അത് കുറെ ടാറ്റിന്റെ കമ്പിയാണ്, നല്ല മെറ്റീരിയൽ കൊടുത്തിട്ട്. അപ്പൊ ഇതിന്റെ ഉള്ളില് നാരുകൾ ഉണ്ട് അല്ലെ? ഇപ്പൊ ഞാൻ ഇട്ടപ്പോ പൊട്ടിയപ്പോ ആൾക്കാർക്ക് സംശയം ഉണ്ട്, അതിപ്പോ ഇത് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ശരിക്കും എത്ര ദിവസം കൊണ്ട്? 15 ദിവസം 20 ദിവസം കൊണ്ട് ഇത് നല്ല രീതിയിൽ വരും. അതിപ്പോ നമ്മളങ്ങനെ പൊട്ടിച്ച് നോക്കണ ഇത് ഇന്നലെ പ്രൊഡക്ഷൻ ചെയ്ത് വന്നിട്ടുള്ളൂ. അപ്പൊ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോയിട്ട് മുജീബ്ഖാന്റെ വീടാണ്, വീട് പണി അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക അല്ലെ? ഫിനിഷിംഗിലേക്ക് പോവാണ്. ഞങ്ങൾ ഈ സീലിംഗ് ഒന്ന് കാണാൻ വന്നായിരുന്നു. സീലിംഗ് വർക്കൊക്കെ ഉഷാറാണ്. എങ്ങനെയുണ്ട് ഇവരെ വർക്ക്? കുഴപ്പമില്ല, നമുക്ക് ഒരു ഇന്റീരിയർ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതേ ഒരു മോഡൽ തന്നെ അവര് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇവരുടെ ഡിസൈൻ ടീം കൊടുത്ത പ്ലാൻ അനുസരിച്ചാണ് ചെയ്യുന്നത്. അതേമാതിരിയാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ തന്നെ വേണം, അതിൽ മാറ്റം വരുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത് കുഴപ്പമില്ല, വൃത്തി അത്യാവശ്യം ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ കണ്ടു, നല്ല ഫിനിഷിംഗ് ഉണ്ട് വർക്ക്. അതിന്റെ ഓരോ ഭാഗങ്ങളും അല്ലേ, ചെറിയ ചെറിയ ഡീറ്റെയിൽ ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവരെ വർക്ക് ആദ്യം കണ്ടിട്ടാണോ ഏൽപ്പിച്ചത്? ഒന്ന് ജസ്റ്റ് നമ്മളെ എഞ്ചിനീയേഴ്സ് പോയിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ട്. ഏൽപ്പിച്ച് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അത് മലപ്പുറം ജില്ല അരീക്കോടല്ലേ? അത് അരീക്കോട് റോയൽ ഡെക്കോറിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ ഫ്രീഡം തരുമെന്ന് വിചാരിച്ചില്ല. ഞാൻ ഓരോന്ന് കാര്യങ്ങൾ നോക്കൂട്ടോ, കാരണം ഇതാണ് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് അല്ലേ, ബേസ് പ്രൊഡക്റ്റ്. ഈ ഒരു ജിപ്സ് ആണ് യൂസ് ചെയ്യാം. അതേപോലെ ഇതിങ്ങനെ അവിടെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇതിൽ വരുന്ന മെയിൻ കണ്ടന്റ് ഇതാണ്. സാധാരണ നമ്മള് ഇത് ചകിരി തന്നെയാണ്, ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ചകിരി നാരുകൾ തന്നെയാണ് കേട്ടോ അതിൽ ഉപയോഗിക്കുന്നത്. ഇത് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്, സ്ട്രെങ്ത്തിന് വേണ്ടി. ഇത് കൂടാതെ എന്തൊക്കെയായാലും വേറെ വരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മള് വാട്ടർ, സാധാ വാട്ടർ, വെള്ളം മതി. പരിപാടി ഒന്ന് കാണാം ആദ്യം, എന്തൊക്കെ ഇവര് ചെയ്യുന്നത് നോട്ടെ. ഗ്രാനൈറ്റ് ടോപ്പിൽ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അത് നമ്മളെ ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി നല്ല സ്മൂത്ത് ആയിരിക്കണ്ടേ? അതെ, ലെവലും കിട്ടണം, നല്ല ലെവലും കിട്ടണം. അപ്പൊ ഇതുപോലെ ചെയ്യും. സാധാരണ ഷീറ്റുകളുടെ സൈസ് ഒരു പ്രീസെറ്റ് സൈസുകളാണ് അല്ലെ? 60 വിഡ്ത്തിലും അതുപോലെ 1 മീറ്ററോളം നീളത്തിലാണ്. POP കേട്ടോ, പക്ക POP ക്രിയേറ്റ് ചെയ്യാം അല്ലെ? അല്ലാതെ ജിപ്സം ബോർഡായിട്ട് വരുന്നല്ല, ബോർഡാക്കി എടുക്കുകയാണ് POP. അപ്പൊ ഇവിടെയൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇതിപ്പോ പ്രോസസ്സ് കഴിഞ്ഞു അല്ലേ? ഇതിപ്പോ എത്ര സമയമുണ്ട്? ചെറിയ ഏകദേശം ഒരു 7 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് സെറ്റ് ആവും. ഇനി എടുക്കാൻ പറ്റും. ഇവിടെ അതിനെങ്ങനെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇത് ഇറാന്റെ പ്രൊഡക്റ്റ് ഡയറക്റ്റ് ചെയ്യണതാണ്. ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നും ഇതിൽ ആഡ് ചെയ്യല്ല, വെള്ളം അല്ലേ? വെള്ളം മതി. ഇവിടെ കുറെ ചെറിയ സൈസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ചെറിയ സൈസുകളുണ്ട്. ഇത് നമ്മള് ലൈറ്റിന് വേണ്ടിട്ടില്ലേ, പ്രൊഫൈൽ ലൈറ്റിന് വേണ്ടിട്ട്. ഇപ്പൊ എല്ലാവരും പ്രൊഫൈൽ ലൈറ്റ് സീലിംഗ് കൊടുക്കാം നിർബന്ധമായി മാറി അല്ലെ? സ്പോട്ടിന് പകരം ഇതില് നേരെ LED കൊടുക്കാം. ഇത് കസ്റ്റമർ ഏതാ ഡിസൈൻ പറയുന്നത് വെച്ചാല് ആ ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ ചെറിയൊരു പ്രൊഫൈൽ ലൈറ്റ് കൂടെ കാണണ്ടേ? ഈ സൈസിലൊക്കെ ചില കസ്റ്റമർക്ക് ചിലപ്പോ നമുക്ക് ചെറിയ ലൈറ്റ് മതി, വീതി കുറഞ്ഞ ലൈറ്റ്, അതാണ് ചെയ്യുന്നത്. 10 mm. ഇതാകുമ്പോ ഇത് 17. പക്ഷെ ഇത് അങ്ങനത്തെ സംഭവമാണ്. അല്ലല്ല, ഇത് നമ്മള് സൈഡിൽ ബ്രീഡിങ് ചെയ്യല്ലോ, കോൺസ് ഡിസൈൻ ഉള്ള മോഡലാണ്. ഇനിയിപ്പോ ഇതല്ലാതെ ഞാൻ പല പല മോൾഡിങ്ങുകൾ ഇവിടെ കാണുന്നത്. ഇതൊരു അടിപൊളി മോൾഡിംഗ്, ഓരോ കസ്റ്റമർക്ക് വേണ്ടിയിട്ടില്ലേ? അതെ, മോൾഡിങ് ഇത് ജിപ്സത്തിലുള്ള ഏത് മോഡൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇത് പല രീതിയിൽ പറയണെന്ന് വെച്ചാല്
അത് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോ ഇവിടെ ഇതൊരു വെറൈറ്റി വേറെ ഒരു വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ വുഡ് ഡിസൈൻ കാര്യമായിട്ട് വുഡ് ഡിസൈൻ ഇത് പെയിന്റ് ഒക്കെ ചെയ്ത് വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഫിനിഷിംഗ് അറിയാം. ഇതിപ്പോ നമ്മള് വുഡിന്റെ ആ ലെവലാക്കി തരുവാന്ന് മാത്രമേ. ഓക്കെ, അതായത് സീലിംഗില് സെന്ററിലൊക്കെ കൊടുക്കല്ലോ, അത് പെയിന്റ് ചെയ്തിട്ട് പിന്നെ അല്ലാതെ മൈക്ക വിനീറോ ലോങ് ലാസ്റ്റിംഗ് കിട്ടൂല. അതിന് പകരമാണ് ഫുള്ളായിട്ട് മെറ്റീരിയൽ തന്നെ ഈ പൊടി ഈ സാധനം ഉപയോഗിച്ച് POP-ലാണ് മുഴുവനായിട്ട്. ഓക്കെ, ഇത് കുറെ നേരം പിടിച്ചിട്ട് പണിയാണല്ലോ. ഇത് കുറച്ച് നേരം ഉണ്ടാവും ഫിനിഷിംഗ് വരാനേ. ഫിനിഷിംഗ് വരാൻ ഇങ്ങനത്തെ ഇതൊക്കെ നല്ല ലെവലാക്കിയിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു ഇതാണ് ഉണ്ടാക്കി വെച്ച ഒരു പീസാണിത്. കണ്ടില്ലേ, ഇതാണ് സംഭവം അല്ലേ? ഇതിന്റെ ഇത് കണ്ടില്ലേ ഫിനിഷിങ് ഇതിലേക്ക് വരുത്തണം കേട്ടോ. അത് അതിനോണ്ടാണ് ടൈം എടുക്കുന്നത്. ടൈം എടുക്കും, കുറച്ച് ടൈം. ഇതുപോലെ മോൾഡിങ്ങുകൾ ഓർഡറിനനുസരിച്ച് നിങ്ങൾ ചെയ്തു. അതെ, ഓർഡറിനനുസരിച്ച് വേറെ ടൈപ്പ് ഇഷ്ടം പോലെ ഇവിടെ കുറച്ച് മോഡൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതെ, ഇവിടെ കുറച്ച് മോഡലുകൾ നമ്മള് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ചതാണ്. ഇത് അടിപൊളി കോർണിഷ്. അതുപോലെ മൂന്ന് തരം പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. 3 തരം അല്ല, കസ്റ്റമർ പറയുന്ന ആ രീതിയിലുള്ള ചെയ്യാം. ഓക്കെ, ഇതാകുമ്പോ സ്ക്വയർ, പിന്നെ അത് റൗണ്ടിന്റെ ഹാഫ് റൗണ്ട്. ഇനി മോൾഡിംഗിൽ വരുന്ന ഡിസൈൻ കോർണിഷ് ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ കുറെ ആൾക്കാർ ഇത് ചോദിക്കൂട്ടോ, ഇതാണ് കാർവിംഗ് അല്ലേ? കാർവിംഗ് ഡിസൈൻ നല്ല ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ, അതിനൊക്കെ നല്ല ഡെപ്ത് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചുമരിൽ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കൂലേ? ഫ്ലവർ ഒക്കെ ആക്കി വലുതൊക്കെ ഏത് മോഡലും കസ്റ്റമർ പറയുന്ന മോഡൽ നമ്മൾ ചെയ്യും. അതില് ഈ POP എന്ന് പറയുമ്പോ ജിപ്സം സീലിംഗ് എന്ന് പറയുമ്പോ മുമ്പൊക്കെ ഇന്റീരിയർ എന്ന് പറഞ്ഞാല് അത് സീലിംഗ് ആയിരുന്നു. ഇപ്പോഴാണ് ഇന്റീരിയർ ഡിസൈനിലേക്കൊക്കെ മാറിയത്. അപ്പൊ ആ സീലിംഗ് എത്രത്തോളം മനോഹരമാക്കാന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ വിദേശത്തുള്ള ഒരു ലുക്കിലാണ് ഇപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. വീട് സിമ്പിൾ ആയിട്ട് ഐഡിയ ആണ്. ഇതാണ് നമ്മൾ ബഷീറാക്ക. ബഷീറാക്കാണ് ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള ഈ ഫീൽഡിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളാണ്. വർഷങ്ങളുടെ ഒരു പരിചയമുണ്ട്. എവിടെയാണ് എക്സ്പീരിയൻസ്? ഇവിടെ തന്നെയാണോ? അല്ല, മൂപ്പര് വിദേശത്തായിരുന്നു. അതാണ് പരിചയപ്പെടണല്ലോ. ബഷീറാക്ക് എങ്ങനെയുണ്ട്? വർക്കൊക്കെ ഉഷാറാണ്? ഗൾഫത്തെ ഒരു സ്ട്രോങ് കിട്ടുന്നുണ്ടോ? ഗൾഫത്തെ ഇവിടെ കിട്ടും. ഗൾഫിൽ എവിടെയായിരുന്നു? റിയാദിലാണ്. റിയാദില്. അവിടെയൊക്കെ ജിപ്സത്തിന്റെ വർക്കോട് ജിപ്സം. ഇപ്പൊ ഇത് സാധാരണ POP ഇത് പെട്ടെന്ന് സെറ്റ് ആവൂലേ? പെട്ടെന്ന് സെറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇതിന്റെ വർക്ക് തന്നെയാണ് ഇപ്പൊ മെയിൻ. ഇതിപ്പോ എന്തിനുള്ള പാനലാ? എത്ര നീളത്തില് കട്ട് ചെയ്തു? ഇത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് സൈഡിൽ ബോർഡർ കൊടുക്കാനേ. ബോർഡർ കൊടുക്കാൻ 1 മീറ്ററിൽ കട്ട് ചെയ്യായിരിക്കും. 1.20. അപ്പൊ പണി അടിപൊളിയാണ്. പണിക്ക് കുറവില്ല. തിരക്കുള്ളൂ. ആയിക്കോട്ടെ. ഒരു അടിപൊളി ബോർഡ്. ഇതിന്റെ ഫിനിഷിങ് എങ്ങനെയാന്ന് പൊക്കിയാ? ഫിനിഷിംഗ് ഉണ്ട് നമ്മളെ വ്യൂവേഴ്സിന് വെളിച്ചത്തിൽ നിന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം. അതായത് ഫിനിഷിംഗിലാണ് കാര്യം അല്ലേ? ഫിനിഷിംഗിലാണ് കാര്യം. എത്രക്ക് ഫിനിഷിംഗ് വന്നാൽ തന്നെ ഇതിൽ എന്താ പറയുക, നമ്മൾ ഈ പുട്ടിയിടില്ലേ, പുട്ടിയിട്ട് പെയിന്റ് അടിക്കുന്ന സമയത്ത് കുറെ നമുക്ക് ഇത് വരും. പണി ഈസിയായി. ഓക്കെ, അതാണ് ഈ ജിപ്സം അല്ലെങ്കിൽ POP കൊണ്ടുള്ള സീലിംഗ്. ഈ കാണുന്ന സംഭവം ഫിനിഷ് ആണെങ്കിൽ പിന്നെ വർക്ക് ഈസിയാ. ജോയിന്റ് എങ്ങനെ പുട്ടിയിലാണ് ചെയ്യുന്നത് അതോ ജിപ്സത്തിൽ? ജിപ്സത്തിൽ തന്നെ, എല്ലാം ജിപ്സത്തിൽ തന്നെ. കംപ്ലീറ്റ് ജിപ്സം. ഒരു വലിയ വീട്ടിൽ പ്രതീക്ഷേട്ടൻ്റെ കൂടെയാണ് ഞാൻ. പ്രതീക്ഷേട്ടൻ ഇവിടെ കാണാൻ വന്നതേ. നമ്മുടെ സീലിംഗിൽ POP-ന്റെ കൂടെ വിനീർ ഡയറക്റ്റൊക്കെ ഒട്ടിച്ച് ചെയ്യുന്നുണ്ട്. സാധാരണ ബോർഡ് നമ്മൾ പ്ലൈവുഡൊക്കെ അടിച്ച് അതിൻ്റെ മേലൊക്കെ ചെയ്യാം. POP-യിൽ ഡയറക്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. POP-ൽ ചെയ്യാം അല്ലേ? അപ്പോൾ ഒരു കോൺഫിഡൻറ്റ് വേണം എല്ലാവർക്കും. ഹൗസ് ഓണർക്കും വേണം, നമുക്കും വേണം. ഇവിടെ ഒരുപാട് വർക്കുകൾ ഇങ്ങനെ അവരുടെ ടീമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഈ POP പറഞ്ഞാൽ ഗമ്മ ഏതൊക്കെ യൂസ് ചെയ്യുന്നപ്പോൾ നിങ്ങൾ ഇറ്റെക്സ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ പ്ലൈവുഡിന്റെ വർക്കും എല്ലാ വർക്കുകളും നടക്കുന്നുണ്ട്. മൊത്തത്തിലുണ്ട്. അതിൽ POP-യുടെ വർക്കുകൾ ഈ സീലിംഗ് മൊത്തം കംപ്ലീറ്റ് ആയില്ലേ? മൊത്തം ചെയ്തു. അതിലേക്കാണ് ഈ അഡീഷണൽ ഈ ലാമിനേറ്റ്സും കൂടെ ഒട്ടിച്ചത്. ജിപ്സം സീലിംഗുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതൽ ആൾക്കാർ കാണുന്നുണ്ട്. ഇപ്പൊ POP-യിലാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു അപ്ഡേഷൻ വന്നല്ലേ? അപ്പൊ ഈ വീട്ടില് ഹാള് മുതല് ലിവിങ് എല്ലായിടത്തും മനോഹരം. ശരിക്കും ഇത്ര വർക്ക് കഴിഞ്ഞ് ലൈറ്റ് ഒക്കെ വരുമ്പോ ഒരു ഫിനിഷിംഗ് നമുക്ക് കിട്ടും. ഫിനിഷിംഗ് വർക്കാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതെ. ഹൈലൈറ്റ് ആയ ഭാഗമാണ് നമ്മളിപ്പോ ഈ സീലിംഗ്. ഏതൊരു വീടിനും ഒരു ഭംഗി കൂട്ടുന്നത് സീലിംഗ് ആണ്. ഏതൊരു വീടിന്റെ ഇന്റീരിയർ എത്ര ഭംഗിയാക്കിയാലും അതിൽ ആ സീലിംഗ് കൂടെ വരുമ്പോഴാണ് അതിലൊരു ദമ്മ്. അതാണത്. അപ്പൊ ഇത് ജിപ്സം സീലിംഗ് ചെയ്യുന്ന നമ്മളെ വ്യൂവേഴ്സിനെ ഇപ്പോ
അവർ കേരളത്തിൽ എവിടെയാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ചെയ്തു കൊടുക്കുകയാണ് ഇതിന്റെ ചാർജ് എങ്ങനെയാണ് നിങ്ങൾ ചാർജ് നമ്മൾ ഓൾറെഡി നമ്മളെ ഈ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒരു 65 രൂപ ആ റേഞ്ചിലാണ് ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റിന്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ ദൂരം വരുമ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ വേരിയേഷൻസ് വരും. അപ്പോൾ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡിസ്റ്റൻസ് ഏതാണോ നിങ്ങളുടെ വർക്കിന്റെ ഡിസൈൻ ഏതാണോ അതിനനുസരിച്ച് ചെയ്തു. അപ്പോൾ ജിപ്സത്തിൽ നിങ്ങൾ ഈ POP തന്നെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. കേരളത്തിൽ എവിടെയാണ് ആൾറെഡി നിങ്ങൾ എവിടെയും ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്ത വർക്കുകൾ കാണിച്ച് അവർക്ക് വന്ന് നോക്കാനുള്ള സംവിധാനം ഉണ്ട്. നമ്മൾ കോൺടാക്ട് ചെയ്താല് നമ്മൾ ഏതാ സൈറ്റ് വെച്ചാൽ കാണിച്ചു തരും അല്ലേ? കാരണം ചിലർക്ക് ഇത് കണ്ട് മനസ്സിലാക്കി ചെയ്യണം, അങ്ങനത്തെ ആളുകൾ ഉണ്ടാവില്ല. സൗകര്യമുണ്ട്. ഓക്കെ, അപ്പൊ വളരെ നന്ദി. ഈ പ്രൊഡക്റ്റ് വിശദമായിട്ട് പരിചയപ്പെടുത്തുക, അതിൽ കൂടുതൽ നിങ്ങളെ സൈറ്റിൽ വന്ന് നിങ്ങളുടെ പ്രൊഡക്ഷൻ കാണിച്ചത് അതെല്ലാവർക്കും ധൈര്യം ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു.